നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാർക്ക് വലിയ ആശങ്കയുണ്ടാകും. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭർത്തൃവീടുകളിൽ മകൾ സുരക്ഷിതയായിരിക്കുമോ, സന്തോഷത്തോടെ ആയിരിക്കുമോ ഇരിക്കുക? ഇത്തരം ചിന്തകളായിരിക്കും പല മാതാപിതാക്കളുടെയും ഉള്ളിൽ. ഇതുപോലെ എറണാകുളം വടക്കൻ പറവൂരിൽ നിന്നും കോഴിക്കോട് പന്തീരാങ്കാവിലേക്ക് മകളെ വിവാഹം കഴിപ്പിച്ചയച്ച അച്ഛനും അമ്മയും വിവാഹം കഴിഞ്ഞ് 5-ാം ദിവസം കേട്ടത് മകളുടെ കണ്ണീരിൻ്റെ വാർത്തയാണ്. മകളെ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്ന വാർത്തയാണ്. ഉടൻ തന്നെ പോലീസിൽ പരാതിപ്പെട്ടു. ഭർത്താവ് പന്തീരാങ്കാവ് സ്വദേശി രാഹുലിനെതിരെ പോലീസ് കേസുമെടുത്തു. അതിനിടെ ഇയാൾ ഒളിവിലും പോയതാണ്. അതിനുശേഷമാണ് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ വലിയ ട്വിസ്റ്റ് ഉണ്ടായത്. ഈ യുവതി, പരാതിക്കാരിയായ യുവതി, ഭർത്താവിനെതിരെ പരാതിയില്ല എന്നും മാതാപിതാക്കളുടെ നിർബന്ധ പ്രകാരമാണ് ഗാർഹിക പീഡന പരാതി നൽകിയത്, കേസ് കൊടുത്തതെന്നുമായിരുന്നു ഈ യുവതിയുടെ മൊഴിമാറ്റം. എന്നാൽ ആ കേസിൽ ഹൈക്കോടതി 1 മാസം മുൻപ് ആ കേസ്, പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് തീർപ്പാക്കി രാഹുലിനെതിരായ കേസ് റദ്ദാക്കുകയും ചെയ്തു. വീണ്ടും പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ വലിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. അതായത് നേരത്തെ ഭർത്താവിനെതിരെ പരാതിയില്ല എന്ന് പറഞ്ഞ യുവതിയെ രാഹുല് വീണ്ടും മർദ്ദിച്ചു വന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കറിയിൽ ഉപ്പില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. പരാതിയില്ലെന്ന് ആശുപത്രിയിൽ വെച്ച് പോലീസിന് എഴുതി നൽകിയെങ്കിലും അമ്മയും അച്ഛനും എത്തിയ ശേഷം പന്തീരാങ്കാവ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ്. സംഭവത്തിൽ ഭർത്താവ് രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഉണ്ടായ പരാതി, മൊഴിമാറ്റം, ഇതൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്തതാണ്. മാധ്യമങ്ങൾക്കും പോലീസിനും ഉൾപ്പെടെ ഏറെ പഴി കേൾക്കേണ്ടി വന്നൊരു കേസ് കൂടിയാണല്ലോ ഈ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ്. ഇപ്പോൾ എന്താണ് അവിടെ ഉണ്ടായിരിക്കുന്നത്? ടോം, അങ്ങേയറ്റം നാടകീയമായ സംഭവങ്ങളാണ് ഇന്നലെ രാത്രി മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ടോം, അങ്ങേയറ്റം നാടകീയമായ സംഭവങ്ങൾ തന്നെയാണ് പന്തീരാങ്കാവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ്. ഒരുപാട് പോലീസ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയ വിഷയവുമായിരുന്നു. നേരത്തെ ഈ രാഹുൽ എറണാകുളം സ്വദേശിനിയായ ഭാര്യയെ അങ്ങേയറ്റം ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ കുടുംബം രാഹുലിനെതിരെ രംഗത്ത് വരുന്നു, പോലീസിൽ പരാതി നൽകുന്നു. യുവതിയും രാഹുലിനെതിരെ നിരന്തരം പ്രസ്താവനകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നു. എന്നാൽ വളരെ പെട്ടെന്നാണ് പിന്നീട് കാര്യങ്ങൾ നീങ്ങുകയും ഈ ഭർത്താവിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് ഈ യുവതി കാര്യങ്ങൾ നീക്കുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഹർജി നൽകുന്നു. ആ ഹർജിയിൽ യുവതി കൂടെ കക്ഷി ചേരുകയും താനും ഭർത്താവും തമ്മിലുണ്ടായത് പരസ്പരമുണ്ടായ ചില തെറ്റിദ്ധാരണകൾ മാത്രമാണ്. ആ തെറ്റിദ്ധാരണകൾ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും ഇത്തരം ചില പ്രശ്നങ്ങളുണ്ടാകും, പക്ഷേ ഇതിനെ ആ അർത്ഥത്തിൽ മാത്രം കണ്ടാൽ മതി എന്നറിയിക്കുന്നു. പിന്നീട് ഹൈക്കോടതി ഇരുവരെയും കൌൺസിലിംഗ് വിധേയമാക്കുകയും അവരുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാവരുത് എന്ന് പോലീസിനോടക്കം നിർദ്ദേശിച്ചു. ഈ കുടുംബത്തിൽ ഉണ്ടാകുന്ന ഇത്തരം ചില തർക്കങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നൊരു നിലപാടെടുക്കുകയും ആ കേസ് തീർപ്പാക്കുകയുമായിരുന്നു. ഇതിനുശേഷം കഴിഞ്ഞ ഏതാണ്ട് 1.5 മാസമായി പന്തീരാങ്കാവിലെ വീട്ടിൽ യുവതി രാഹുലിനൊപ്പം താമസിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ നാടകീയമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ യുവതിയെ പ്രവേശിപ്പിക്കുന്നത്. യുവതിയുടെ മുഖത്തും കഴുത്തിനുമൊക്കെ പരിക്കേറ്റ നിലയിലായിരുന്നു പ്രവേശിപ്പിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ നിന്നും പോലീസിലേക്ക് വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ആരായുകയും ചെയ്തു. അപ്പോൾ തനിക്ക് ഉണ്ടായ ഈ കാര്യങ്ങളെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞെങ്കിലും ഒരു ഔദ്യോഗികമായ പരാതി നൽകാൻ യുവതി തയ്യാറായില്ല. ഒപ്പം തനിക്ക് പരാതിയില്ല എന്ന് പോലീസിന് എഴുതി നൽകുകയും ചെയ്തു. തങ്ങൾ തമ്മിലുണ്ടായ ചെറിയ ചില പ്രശ്നങ്ങളാണ്, അതിൽ പരാതിയില്ല, കേസെടുക്കേണ്ടതില്ല എന്ന നിലയിൽ തന്നെ പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം ഈ യുവതി പറഞ്ഞ ഒരു കാര്യം, തന്റെ എറണാകുളത്തുള്ള കുടുംബാംഗങ്ങളെ അറിയിക്കുകയും അവരോട് കോഴിക്കോട്ടേക്ക് എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനൊപ്പം തന്നെ രാഹുലിന്റെ വീട്ടിലുള്ള തന്റെ സർട്ടിഫിക്കറ്റുകളും മറ്റും പോലീസ് ഇടപെട്ട് എടുത്തു നൽകണമെന്ന ആവശ്യവും ഉന്നയിച്ചു. ഇതേ തുടർന്ന് പോലീസ് ഈ യുവതിയുടെ കുടുംബത്തിന്, എറണാകുളം പറവൂരിലുള്ള കുടുംബത്തെ ബന്ധപ്പെടുകയും അച്ഛനും അമ്മയും ഇന്ന് രാവിലെ കോഴിക്കോട് എത്തുകയും ചെയ്തു. ഇതിനുശേഷം ആശുപത്രിയിൽ നിന്നും ഈ യുവതി ഡിസ്ചാർജ് ആവുകയും പിന്നീട് മാതാപിതാക്കളോടൊപ്പം ഒരു ഘട്ടത്തിൽ അച്ഛനും അമ്മയും തള്ളിപ്പറഞ്ഞ് താൻ ഭർത്താവിനൊപ്പമാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ
മകളെ തേടി മകൾ വീണ്ടും മകളുടെ ജീവിതം വലിയ ദുരിതത്തിലേക്ക് പോകുന്നുവെന്ന്, കണ്ണീരിലേക്ക് പോകുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ മകളെ സ്നേഹിക്കുന്ന അച്ഛനും അമ്മയും ഇതറിഞ്ഞുടൻ തന്നെ കോഴിക്കോട്ടേക്ക് തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഇതിനു മുൻപ് ആ യുവതി പറഞ്ഞ മൊഴിയല്ലേ? അന്ന് അച്ഛനും അമ്മയും പറഞ്ഞു, മാധ്യമങ്ങളോടക്കം നമ്മളോടക്കം പ്രതികരിച്ചതാണ്, ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും സമ്മർദ്ദത്തിനും ഭീഷണിക്കും വഴങ്ങിയാണ് യുവതി മൊഴി മാറ്റിയതെന്ന്. അങ്ങനെ തന്നെ കരുതേണ്ടതല്ലേ അത്? തീർച്ചയായും കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇത്തരത്തിലൊരു പരാതിയുമായി ഈ പന്തിരാങ്കാവിൽ തങ്ങളുടെ മകൾ ക്രൂരമായ ഗാർഹിക പീഡനത്തിനിരയായി എന്ന പരാതിയുമായി ഈ എറണാകുളത്തുള്ള കുടുംബം രംഗത്തെത്തുന്നത്. അതേ തുടർന്ന് വലിയ വിവാദം തന്നെയാണ് വരുന്നത്. കാരണം വിസ്മയ കൊലക്കേസ് അടക്കമുള്ള ഈ സ്ത്രീധന പീഡനത്തിന്റെ പേരിലുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നു. ഇതിനിടയിലാണ് ഇത്തരമൊരു ക്രൂരമായി ഒരു യുവതി പീഡിപ്പിയുടെ ഒപ്പം ഈ കഴുത്തിലും മറ്റുമൊക്കെ ബെൽറ്റ് ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചതിന്റെ പാടുകൾ, മുഖത്തൊക്കെ മർദ്ദനമേറ്റതിന്റെ പാടുകളൊക്കെ കണ്ടു. ഈ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ കേരള സമൂഹം ഞെട്ടിത്തരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. എന്നാൽ പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തിയ യുവതി തനിക്ക് പരാതി ഇല്ലെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് കുടുംബം സമ്മർദ്ദം ചെലുത്തി പരാതി നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് ഈ പരാതി എടുത്തതിന് തൊട്ടു പിന്നാലെ ഈ കോഴിക്കോട് നഗരത്തിൽ ഉണ്ടായിരുന്ന രാഹുൽ ജർമ്മനിയിലേക്ക് കടക്കുകയായിരുന്നു. അയാൾ ജർമ്മനിയിലാണ് ജോലി ചെയ്തിരുന്നത്, അവിടേക്ക് കടന്നു കളഞ്ഞു. പിന്നീട് ഈ രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സമ്മർദ്ദവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. രാഹുലിന്റെ അമ്മയെ കസ്റ്റഡിയിൽ എടുത്തു, സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിലേക്കൊക്കെ പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പക്ഷേ എന്നിട്ടും രാഹുൽ കേരളത്തിലേക്ക് എത്തുകയുണ്ടായില്ല. രാഹുൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചു. ആ ഹർജിയിൽ വളരെ വിശദമായി തന്നെ വാദങ്ങൾ നടക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ ഹർജിയിൽ വാദങ്ങൾ നടക്കുന്നതിനിടയ്ക്കാണ് നാടകീയമായി ഈ യുവതി തന്റെ യൂട്യൂബ് പേജിലൂടെ ഒരു അറിയിപ്പുമായി, അതായത് താനും രാഹുലും തമ്മിൽ പ്രശ്നമില്ല, തങ്ങൾ വളരെ സ്നേഹത്തിലാണ് ജീവിക്കുന്നത്, തനിക്ക് രാഹുൽ എന്നാൽ ഏറ്റവും അടുത്ത ആളാണ്, അതുകൊണ്ട് പരസ്പരം ഉണ്ടായ ചില അഭിപ്രായ ഭിന്നതകളുടെ പേരിലാണ് ഇത്തരം ചില പരാതികൾ വരുന്നത്, ഈ പരാതിയിൽ യാതൊരു വാസ്തവമില്ല എന്നൊക്കെ പറയുകയും ഈ യുവതിയോടൊപ്പം നിന്ന കുടുംബം അക്ഷരാർത്ഥത്തിൽ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഏതാനും മാസങ്ങളോളം കുടുംബവുമായി ഈ യുവതിക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഈ കുടുംബം വിളിച്ചാൽ യുവതി ഫോൺ എടുക്കില്ലായിരുന്നു. ഡൽഹിയിൽ താമസിക്കാനായി പോകുന്നു, അവിടെ നിന്നും നേപ്പാൾ അതിർത്തിയിൽ രാഹുലിനൊപ്പം താമസിക്കുന്നു. ഇതിനുശേഷം പിന്നീട് കേരളത്തിലേക്ക് വീണ്ടും മടങ്ങിയെത്തുകയും ഹൈക്കോടതിയിൽ നേരിട്ടെത്തി തനിക്ക് പരാതിയില്ലെന്ന് അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. എന്തായാലും ആ കുടുംബം വലിയ തോതിൽ സമ്മർദ്ദത്തിന് അടിപ്പെട്ട ഒരു സാഹചര്യമാണ്. കാരണം മകൾ ഇതുപോലെ അങ്ങേയറ്റം ഈ ഉപദ്രവകാരിയായ ഏത് നിമിഷവും ക്രൂരമായ രീതിയിലേക്ക് പെരുമാറ്റം മാറാൻ സാധ്യതയുള്ള ഒരാളുടെ കൂടെ ജീവിക്കുന്നു, ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്യുന്നു. രാഹുലിന്റെ പൂർവ്വകാല ചരിത്രവും മറ്റുമൊക്കെ നമ്മൾ നേരത്തെ ഈ പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസ് കൈകാര്യം ചെയ്തപ്പോൾ പുറത്തു വന്നതാണ്. മറ്റൊരു യുവതിയുമായി ബംഗളൂരുവിൽ താമസിച്ചു എന്നടക്കമുള്ള ഗൗരവപരമായ കാര്യങ്ങളും പുറത്തു വന്നതാണ്. ഇതൊക്കെ മറന്നാണ് ആ കുടുംബം ഗതിയില്ല അല്ലെങ്കിൽ നിവൃത്തിയില്ലാതെ ഈ മകളുമായി പിരിയേണ്ടി വന്നത്. പക്ഷേ വീണ്ടും ഒരാപത്ത് വന്നപ്പോൾ ആ കുടുംബം തന്നെയാണ് ഇപ്പോൾ രാഹുലിന്റെ കയ്യിൽ നിന്നും പീഡനമേറ്റ ഈ കുട്ടിക്ക് രക്ഷക്കെത്തിയിരിക്കുന്നത്. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ ഏറെ നാടകീയമായ ഒരു സംഭവം തന്നെയായിരുന്നു പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസ്. ഡോക്ടർ എൽസി ഉമ്മനും, മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ എൽസി ഉമ്മനും റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫും സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ഡോക്ടർ എൽസി ഉമ്മനിലേക്ക്. ഡോക്ടർ എൽസി ഉമ്മൻ, ഈ പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസ് താങ്കളടക്കം ഈ വിഷയത്തിൽ നമ്മളേറെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഇതിലുണ്ടായ മൊഴിമാറ്റം, നാടകീയമായ സംഭവങ്ങൾ, പക്ഷെ ഏറ്റവും ഒടുവിൽ ഈ യുവതിക്ക് ക്രൂരമായ പീഡനം ഭർത്താവിൽ നിന്നും വീണ്ടും ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ നേരത്തെ അവർ പറഞ്ഞത് ഈ യുവതി മൊഴി മാറ്റിയതൊക്കെ ഭർത്തൃ വീട്ടുകാരുടെ സമ്മർദ്ദവും ഭീഷണിയും മൂലമാണ് എന്ന് കരുതേണ്ടതാണ്. എന്തുകൊണ്ടായിരിക്കാം അന്ന് അത്രയധികം ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ക്രൂരമായ മർദ്ദനം ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും ഭാഗത്തുനിന്നുണ്ടായിട്ടും സ്വന്തം മാതാപിതാക്കളെപ്പോലും തള്ളിപ്പറഞ്ഞ് ആ യുവതി അന്ന് മൊഴി മാറ്റിയത്? താങ്കൾ എന്താണ് കരുതുന്നത്? നോക്കൂ, ഇത് ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റി അല്ലെങ്കിൽ അതിനെക്കാട്ടിൽ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അതായത് ഇരയാക്കപ്പെട്ട ഒരു വിക്ടിംസിന് അവരെ ഉപദ്രവിച്ചവരോട് തോന്നുന്ന ഒരു മാനസിക അടുപ്പമാണ് ഈ ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. അത് അനുഭവിച്ചിട്ടുള്ള മിക്ക വ്യക്തികളും ഇതിലൂടെ കടന്നു പോകാറുണ്ട്. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകൾക്കാണ് ഏറ്റവും അധികം ഉള്ളത്.
അവർക്ക് ആ ഒരു സമയത്ത് തുടക്കത്തിൽ ഏതൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും തുടക്കത്തിൽ ഭയങ്കര രീതിയിലുള്ള ഒരു ഊഷ്മളതയും അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ വ്യാപ്തിയും ഈ സ്നേഹത്തിന്റെ പേമാരി എന്നൊക്കെ തന്നെ പറയാം, അല്ലെങ്കിൽ ലവ് ബോംബിംഗ് എന്നൊക്കെയാണ് അതിനെ വർണ്ണിക്കുന്നത് ചില ബുക്സ് നമ്മൾ റെഫർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരം തരത്തിലുള്ള ആ തുടക്കത്തിലെ ഇനീഷ്യൽ ഫേസ് കഴിയുമ്പോൾ പതുക്കെ ആ മേലുപദ്രവവും അല്ലെങ്കിൽ ശാരീരിക പീഡനവും മാനസിക പീഡനവും ഒക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അവരെ ഡീവാല്യൂ ചെയ്യാൻ തുടങ്ങും. അവർക്കൊരു വിലയില്ലാതെയായി അവരെ ഡോർമാറ്റ് പോലെ ചവിട്ടി അരയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വരും. അതിന്റെ ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുകയും ചെയ്യും. അതായത് ഇടയ്ക്ക് ഒരു ഗിഫ്റ്റ് രൂപേണയും അല്ലെങ്കിൽ വീണ്ടും ഒരു ഊഷ്മളമായ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഫിസിക്കൽ ഇന്റിമസി, ഈ രീതിയിലത്തെ ഒരു റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടുകയും ചെയ്യും. അപ്പം ഇത്തരം രീതിയിൽ സാഹചര്യത്തിലൂടെ റിപ്പീറ്റഡ് സൈക്കിൾസ് ഇതിലൂടെ കടന്നു പോയ ആൾക്കാർക്ക് ഈ ട്രോമ ബോണ്ടിങ്, ഈ പീഡിപ്പിച്ചവരുമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം ഉടലെടുക്കും, ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉടലെടുക്കും, അല്ലെങ്കിൽ ഒരു മാനസിക അടുപ്പ് ഉടലെടുക്കും. ഈ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോഴാണ് ഈ അപ്പുറത്ത് വശത്തുള്ളവര് അതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവരുടെ വശത്തേക്ക് ആക്കി തീർക്കുന്നത്. അപ്പോൾ ക്ഷമാപണം പറയുന്നതിനോ അല്ലെങ്കിൽ കാല് പിടിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത് എന്റെ തെറ്റാണെന്ന് സമ്മതിക്കുന്നതിനോ വളച്ചൊടിച്ചു പറയുന്നതിനോ ഒന്നും അവർക്ക് യാതൊരു മടിയുമില്ല. ഇതിൽ വീണ്ടും ഈ കുട്ടികൾ ഇതിനകത്ത് എന്താ പറയുന്നത്, അതിനകത്ത് വീണു പോകുക, അല്ലെങ്കിൽ ആ ഒരു വൾണറബിലിറ്റി ഉള്ളവർ ആ രീതിയിലത്തേക്ക് ഒന്ന് കീഴ്പ്പെട്ടു പോകുക എന്നുള്ള ഒരു സ്ഥിതിവിശേഷം മനഃശാസ്ത്രത്തിൽ നമ്മൾ വളരെയധികം പറയുന്നതാണ്. ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയേറെ പീഡനം അനുഭവിച്ചാലും, ഇപ്പോൾ ഭാര്യ ഭർത്താവാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ തട്ടിക്കൊണ്ടു പോയവരോടും സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ രീതിയിൽ ക്യാപ്റ്റീവ്സ് ആയിട്ട് പിടിച്ചോണ്ട് പോകുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെയും ഇതേ രീതിയിലുള്ള ഒരു ആത്മബന്ധം ഉടലെടുക്കുന്നതായിട്ട് ചരിത്രത്തിൽ തന്നെ ഒരുപാടിടത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തി അതുകൊണ്ടായിരിക്കുമോ വീണ്ടും, അതായത് കറിക്ക് ഉപ്പില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഈ ഭർത്താവ് രാഹുൽ വീണ്ടും ആ പെൺകുട്ടിയെ, ഭാര്യയെ മർദ്ദിക്കാനുള്ള കാരണം നമ്മൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്. കാരണം അങ്ങനെ വീണ്ടും ഭർത്താവിൻ്റെ ഭാഗത്ത് ഇത്തരം ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ തനിക്ക് ഭർത്താവിനെതിരെ പരാതിയില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ യുവതി പോലീസിനോട് പറഞ്ഞത്. പിന്നീട് മാതാപിതാക്കൾ എത്തിയ ശേഷമാണ് പരാതിപ്പെടാൻ ആ പെൺകുട്ടി തയ്യാറായത്. അവിടെ 2-3 രീതിയിലുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കണം. ഒന്ന്, സമൂഹ മാധ്യമങ്ങളടക്കം സ്വാഭാവികമായും വലിയ വിമർശനം ഏറ്റുവാങ്ങിയതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഈ നാടകീയമായ മൊഴിമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി, അത്തരം സൈബർ ആക്രമണം ഉണ്ടാകുമോ? പൊതുസമൂഹം തന്നെക്കുറിച്ച് എന്ത് കരുതുമോ? മാതാപിതാക്കളുടെ പിന്തുണ തനിക്ക്, മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ തനിക്ക് കിട്ടുമോ? ഇത്തരം സംശയങ്ങളായിരിക്കുമോ ഈ 2ാം ഘട്ടത്തിൽ അവർ പരാതി നൽകാൻ തുടക്കത്തിൽ തയ്യാറാകാതിരുന്നത്? തീർച്ചയായിട്ടും 2ാം ഘട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ പോലീസുകാരെ അപമാനിച്ചതിന് തുല്യമായിരുന്നു. അല്ലെങ്കിൽ കോടതിയിൽ പോയി ഇങ്ങനെ പറഞ്ഞു, ഇവർക്കൊപ്പം നിന്ന മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞു. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അനേകരുണ്ട്. അപ്പൊ അവരെയൊക്കെ വെട്ടിലാക്കിക്കൊണ്ടല്ലേ അന്നൊരു നിലപാട് മാറ്റം ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള ഒരു മാർഗമല്ലേ നോക്കുകയുള്ളൂ. പരാതി പറയുകയോ അല്ലെങ്കിൽ ഇവർക്കെതിരെ പറയുകയോ ചെയ്യുവാണെങ്കിൽ വീണ്ടും കേസായി അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളായി കോടതിയായി ആ രീതിയിലേക്ക് പോകാനായിട്ട് ഒരു പക്ഷേ താല്പര്യം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാം എന്നുള്ളൊരു വ്യഗ്രതയായിരിക്കാം. 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞ പോലെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കൾ ഏത് വശം നിൽക്കുമെന്നൊരു ഉറപ്പില്ലായിരിക്കാം. അപ്പൊ ഉറപ്പില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അത്താണി വേണ്ടേ? ചിലപ്പോൾ ഈ ആരും സ്വീകരിച്ചില്ലെങ്കിലും തിരിച്ച് ഈ വ്യക്തിയുമായിട്ട് തന്നെ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ ആ ഒരു സാഹചര്യവും കൂടെ മുൻകൂട്ടി കണക്കിലെടുത്ത് കാണും. അപ്പോൾ ടോട്ടലി ഒരു നിസ്സഹായാവസ്ഥയുടെ പുറത്ത് ആയിരിക്കാം ഒരു പക്ഷെ എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞത്. പിന്നെ അതിനെക്കാട്ടിലൊക്കെ ഉപരി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ തരത്തിലുള്ള 2ാമത് ഒരുമിച്ച് കഴിയുമ്പോഴും എപ്പിസോഡ്സ് ആയിട്ടാണ് ഇത് വരുന്നത്. ചില സമയത്ത് അമിതമായിട്ടുള്ള സ്നേഹവും വാത്സല്യവും അല്ലെങ്കിൽ സമ്മാനം കൊടുക്കുകയും ഗിഫ്റ്റ് കൊടുക്കുകയും ഉപകാരം കൊടുക്കുക, ആ തലത്തിലുള്ള ഇന്റിമസി ഒക്കെയും ഉണ്ടായി കഴിയുമ്പോൾ ഈ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ താല്പര്യമുള്ളത് അതന്നെയായിരിക്കും. എല്ലാ മനുഷ്യനും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഓടി ഒളിക്കാൻ ഉള്ള ഒരു പ്രതിരോധ ശക്തി ഏതൊരു മനുഷ്യനും ഉള്ളിലുള്ളതാണ്. അത് ആ രീതിയിലാണ് തലച്ചോറ് സജ്ജമായിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ളവര് ഇത്തരം ഒരു ഓടി ഒളിക്കേണ്ട അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടേണ്ട ഒരു ഘട്ടം വരുമ്പോൾ ഇനി പോസിറ്റീവ്സിനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ചിന്തയ്ക്ക് സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള വ്യഗ്രതയെക്കാട്ടിലുപരി ഈ പോസിറ്റീവ്സിനെ കണ്ട് അതിനെ ന്യായീകരിച്ച് നാളെ ശരിയാകും അല്ലെങ്കിൽ ഇനി ശരിയാകും, എന്റെ കുഴപ്പം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ ഉണ്ടാവുന്നത്, ഞാൻ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, ഞാൻ പ്രകോപിപ്പിക്കുന്നത് കൊണ്ടായിരിക്കാം, ഇങ്ങനെ സ്വന്തമായി ബ്ലെയിം ചെയ്ത് അവർ വീണ്ടും കീഴ്പ്പെട്ട് പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം സാധാരണഗതിയിൽ ഉടലെടുക്കുന്നത്.
യെസ്, തീർച്ചയായും അത് പരിശോധിക്കേണ്ടതാണ്. ഡോക്ടർ എൽസ്യൂമൻ തുടരുക. റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, നമ്മൾ ഈ പന്തീരാങ്കാവ് കേസ് ഏറെ ചർച്ച ചെയ്തതാണ്. ഈ കേസിൽ വീണ്ടും കഴിഞ്ഞ ഒരു മാസം മുൻപാണ്, അതായത് കഴിഞ്ഞ മാസം ഒക്ടോബർ 25-ാം തീയതിയാണ് ഹൈക്കോടതി കേസ് തന്നെ റദ്ദാക്കിയത്. ഈ പെൺകുട്ടി ഭർത്താവ് രാഹുലിനൊപ്പം ജീവിക്കട്ടെ എന്നായിരുന്നു ഹൈക്കോടതി അന്ന് പറഞ്ഞത്. കൃത്യം ആ ഹൈക്കോടതി വിധി പുറത്തു വന്ന് ഒരു മാസം തികഞ്ഞില്ല, ഈ രാഹുലിന്റെ തനി സ്വഭാവം പുറത്തു വരുന്നു. ഇയാൾ എന്താണ് ചെയ്യേണ്ടത്? വലിയ രസകരമായിരിക്കുന്നു. ഇതിനകത്ത് ആ രണ്ട് വീട്ടുകാരും ഈ രണ്ട് മക്കളുടെ കാര്യത്തിൽ കുഴഞ്ഞു. രണ്ടുപേരും മാനസിക രോഗമുള്ളവരാണ് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് നമ്മൾ അധികം ഇടപെടണ്ട. കാരണം ഇയാൾ ഉപദ്രവിച്ചു, ഭർത്താവ് ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കി മാതാപിതാക്കൾ അവിടെ ചെന്നു ആ വീട്ടുകാരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം ആ നാടകം കഴിഞ്ഞപ്പം ആ ഭാര്യ ഭർത്താവിനെതിരെ ആരോപണമില്ല അയാളോട് ചേർന്ന് മാതാപിതാക്കളെ കാലുവാരി അവള് ഭർത്താവിന്റെ പ്രശ്നം അങ്ങ് തീരുമെന്ന് വിചാരിച്ചു. ഭർത്താവ് കേസെടുക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഭർത്താവിന്റെ പ്രോസിക്യൂഷൻ നടപടിയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ഉദ്ദേശിച്ച് നല്ല ഉദ്ദേശത്തോടെ നമ്മളൊക്കെ ചർച്ച ചെയ്തു. അതിനുശേഷം രണ്ടുപേരും കഴിഞ്ഞപ്പം വീണ്ടും അവന് സൂക്കട് പറഞ്ഞു. കാരണം അയാൾ ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറയാം. ഈ കുട്ടി അവിടെ ഓടിപ്പോകാൻ ശ്രമിക്കുന്നു, മാതാപിതാക്കൾ രക്ഷയ്ക്ക് വരുന്നു. ഈ നാടകത്തിനകത്ത് രണ്ടുപേരും നമ്മുടെ കാഴ്ചപ്പാടിൽ അബ്നോർമലാണ്. സൈക്കാട്രിയെ കാണിച്ച് ഇവർ രണ്ടിനെയും ട്രീറ്റ് ചെയ്യണം. അതിനുശേഷം അവരുടെ കാര്യത്തിൽ അവർ ഫാമിലി കോടതി കേസ് കൊടുത്തിട്ട് രണ്ടിനും ഒരു കാര്യം തീരുമാനിച്ചത്. അതായിരിക്കും ഇതിനകത്ത് നല്ലത്. ഇങ്ങനെയുള്ള കളികൾ ഒക്കെ നടത്തുന്ന കുട്ടികൾ ധാരാളം സമൂഹത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിക്കഴിഞ്ഞു. അതിനൊപ്പം തന്നെ നമ്മൾ അതിന് സോഷ്യൽ മീഡിയയിൽ എന്ത് പറഞ്ഞാലും ശരി, അതൊന്നും അവർക്ക് പ്രശ്നങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടുപേരെയും ട്രീറ്റ് ചെയ്യണം. അത്യാവശ്യം രണ്ടുപേരുടെയും മാതാപിതാക്കൾ അവരവരുടെ കുട്ടികളെ കൊണ്ടുപോയി സൈക്കാട്രിയെ കാണിച്ച് ആദ്യം ട്രീറ്റ് ചെയ്യുക. 2-3 വർഷം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കാര്യം യോജിക്കുന്നെങ്കിൽ യോജിക്കട്ടെ, ഇല്ലെങ്കിൽ സെപ്പറേറ്റ്. ശ്രീ ജോർജ് ജോസഫ്, ഈ കേസിലെ മാധ്യമങ്ങളും പോലീസുകാരും അടക്കം പ്രതിക്കൂട്ടിലായതാണ്, അല്ലെങ്കിൽ വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ നേരിട്ടതാണ്. അനാവശ്യമായി ഈ കേസ് വലിയ രീതിയിൽ ചർച്ചയാക്കി. ഈ പെൺകുട്ടിയും യുവാവും ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന് ഹൈക്കോടതി പോലും തീർപ്പ് കൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഇനി ഈ പെൺകുട്ടി ഇയാളുടെയൊപ്പം ഭർത്താവ് രാഹുലിനൊപ്പം ജീവിക്കാൻ പോകുന്നത് സുരക്ഷിതമായിരിക്കുമോ? എന്തിനാ അങ്ങനെ ജീവിപ്പിക്കുന്നത്? സുരക്ഷിതമല്ല, നമുക്ക് മനസ്സിലായില്ലേ. അയാളൊരു അബ്നോർമൽ മേനാണ്. അയാൾ അടിച്ചു പൂത്താവും. അതിനുശേഷം അയാൾ തെറ്റ് ചെയ്യുമ്പം വയലന്റ് ആവും, ഉപദ്രവിക്കും, ചിലപ്പം കൊല്ലും. അതൊന്നും മനസ്സിലാകുന്നില്ല കുട്ടിക്ക്. അവരുടെ അപ്പനും അമ്മയ്ക്കൊക്കെ അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആ രണ്ടുപേരെയും ട്രീറ്റ് ചെയ്യുക. ഈ കുട്ടിയെ പോയി അത്യാവശ്യം സൈക്കാട്രിനെ കാണിച്ച് ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ട് ഈ ഒരു ബന്ധം എന്തായാലും ഇപ്പം തന്നെ ഹൈക്കോടതി ഇവിടെ ഇടപെട്ട കേസാണ്. ഇപ്പോഴും അവര് കോടതിയുടെ ബഹുമാനമില്ല, അവർ തമ്മിലൊരു ബഹുമാനമില്ല. അത് എത്രയോ ആൾക്കാർ ഇത് അവരുടെ ബന്ധുക്കളൊക്കെ ഇടപെട്ടതാണ്. ഈ പ്രശ്നങ്ങൾ ഒന്നുകൂടെ വർഷമായി വന്നത് ഇത് രണ്ടും അബ്നോർമൽ ആണെന്ന് നമുക്ക് ക്ലിയർ അല്ലേ. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് ഒരു 2-3 വർഷം ചെയ്യട്ടെ, അത് കഴിഞ്ഞ് ആലോചിക്കാം. യെസ്, വ്യക്തമാണ്. വളരെയധികം നന്ദി ശ്രീ ജോർജ് ജോസഫ്. ഡോക്ടർ എൽസ്യൂമൻ, ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ രണ്ടുപേരെയും ചികിത്സിക്കണം. മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ മൊഴിമാറ്റവും ഈ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഭാര്യയെ മർദ്ദിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷെ നമുക്ക് ഇവിടെ ഈ കേസ് പരിശോധിക്കുമ്പോൾ ഒരിക്കൽ കൂടി ചർച്ച ചെയ്യേണ്ടത് വിസ്മയ കേസാണ്. വിസ്മയയ്ക്ക് സമാനമായ അവസ്ഥയായിരുന്നു. ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. അച്ഛനും അമ്മയോട് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഇതൊക്കെ ഉണ്ടാകും, സഹിച്ചു നിൽക്കാൻ പറഞ്ഞു. പക്ഷേ ഒടുവിൽ വിസ്മയുടെ ആത്മഹത്യയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. പക്ഷെ ഇവിടെ ഈ പന്തീരാങ്കാവ് കേസ് നോക്കിക്കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയെയും നാണം കെടുത്തിയ മകൾ എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. പക്ഷേ ഈ അച്ഛനും അമ്മയും മകളോടുള്ള സ്നേഹം കാരണം വീണ്ടും ഈ കേസ് അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ അവിടേക്ക് ഓടി ചെല്ലുന്നു. ഒരുപക്ഷെ അവരുടെ മനസ്സിൽ വിസ്മയായിരിക്കുമോ ഉണ്ടായി കാണുക? തീർച്ചയായിട്ടും. കാരണം അവർക്ക് ഒരു നേരത്തെ തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടല്ലോ. കാരണം ഇത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല എന്നുള്ളത്. പ്രത്യേകിച്ചും ഒരു ഫിസിക്കൽ അസോൾട്ട്, ശാരീരിക പീഡനവും മാനസിക പീഡനവും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ അവിടെ നിർത്തിയിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ആ മാതാപിതാക്കൾക്ക് തുടക്കത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ആ കുട്ടി അതിന്റെ ഒരു സീരിയസ്നെസ് റിയലൈസ് ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ട് പോയെന്നും കണ്ട് പേരൻസ് തീർച്ചയായിട്ടും അത് ക്ഷമിച്ച് ആ കുട്ടിയുടെ ഒരു സേഫ്റ്റി ഉദ്ദേശിച്ച് മാത്രമായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ പോയത്. അത് തന്നെയല്ല, ഇൻ കേസ് പോകാതിരുന്നെങ്കിൽ, സപ്പോർട്ട് ചെയ്യാതിരുന്നെങ്കിൽ, എന്തെങ്കിലും മറിച്ചൊന്ന് സംഭവിച്ചാൽ ഈ തീർച്ചയായിട്ടും സമൂഹം ഒന്നടങ്കം ആ മാതാപിതാക്കളെ വീണ്ടും പഴിചാരും.
അവരൊന്ന് സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരൊന്ന് കേൾക്കാൻ തയ്യാറായിരുന്നെങ്കിൽ നമുക്കിത് പ്രിവെന്റ് ചെയ്യാമെന്നുള്ള എല്ലാവരും, സകല ആളുകളും അവരെ കുറ്റപ്പെടുത്തും. അപ്പോൾ അവര് വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് ചെയ്തത്. സ്വന്തം കുട്ടികൾക്കാണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി ഉണ്ടാവണമെന്നില്ല. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ഏതൊരു കുട്ടിയാണെന്നുണ്ടെങ്കിലും വൈകാരിക തലത്തിൽ ഒരു പക്ഷേ വികാര തള്ളലുകൾ ഉണ്ടാകാം. ആ വികാര തള്ളലുകളുടെ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ കറക്റ്റ് ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചിലപ്പോൾ തീരുമാനങ്ങൾ പാളിപ്പോകാനുമുള്ള ഒരു സാധ്യതയുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇൻ കേസ് അവരുടെ തീരുമാനം പാളിപ്പോയെങ്കിൽ അതിന് പിന്തുണയായി നിൽക്കേണ്ടത് തീർച്ചയായിട്ടും ഒപ്പമുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് അവര് ചെയ്തത് തീർച്ചയായിട്ടും നല്ലൊരു സ്റ്റെപ്പ് തന്നെയാണ്. കാരണം എന്തൊക്കെ പ്രശ്നം വന്നാലും സ്വന്തം കുട്ടികളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുണ്ട്. എന്നിരുന്നാൽ മാത്രമേ ഇത്തരം ക്രൈസിസ് വരുമ്പോൾ മറ്റൊരു അനർത്ഥത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ദുരന്തത്തിലേക്കോ ചെന്ന് എത്തപ്പെടാതെ ആ കുട്ടിയെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുട്ടികളെ നമുക്ക് സംരക്ഷിച്ചു മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. യെസ്, വ്യക്തമാണ്. വളരെയധികം നന്ദി ഡോക്ടർ എൽസി ഉമ്മൻ. അതോടൊപ്പം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫുമാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. രണ്ടുപേരും സൂചിപ്പിക്കുന്ന പോലെ ഈ ഒരു മാനസികമായ വൈകല്യങ്ങൾ ഒരു പക്ഷേ ഈ രാഹുലിന് കാണാം. അതുകൊണ്ടായിരിക്കാം വീണ്ടും ഇതുപോലെ സ്വന്തം ഭാര്യയെ നിസാര പ്രശ്നങ്ങളുടെ പേരിൽ കറിയിൽ ഉപ്പില്ലെന്ന് പറഞ്ഞ് വീണ്ടും ആക്രമിക്കുന്നത്, വീണ്ടും മർദ്ദിക്കുന്നത്. പക്ഷേ ഈ വിഷയമേറെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. മാധ്യമങ്ങൾ വീണ്ടും ഇത് ചർച്ച ചെയ്യുന്നത് ഇതുപോലെ പല പെൺകുട്ടികളും ഒരുപക്ഷെ ഇരകളാകപ്പെടാം. ഈ പന്തീരാങ്കാവിലെ കേസ് പോലെ മാതാപിതാക്കളുടെ ഒരു പിന്തുണ അവർക്ക് ആവശ്യമാണ്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ആരുടെയും സഹായമില്ലെങ്കിൽ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. വാട്സാപ്പ് ഹാക്ക് ചെയ്ത് പണം തട്ടുന്ന സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുകയാണ്. ആ വാർത്ത പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. വാട്സാപ്പ് ഹാക്ക് ചെയ്ത് പണം തട്ടുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോൾ പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാത്രി, ന്യൂസ് 8-ന്റെ ന്യൂസ് എഡിറ്റർ NM ഉണ്ണികൃഷ്ണൻ്റെ നമ്പറിൽ നിന്നും എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അതായത് ആ മെസ്സേജിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു: താങ്കളുടെ ഫോണിൽ, താങ്കളുടെ നമ്പറിലേക്ക് ഒരു 6 അക്ക നമ്പർ, ഒരു OTP നമ്പർ വന്നിട്ടുണ്ട്. ആ നമ്പർ NM ഉണ്ണികൃഷ്ണന് അയച്ചു കൊടുക്കണം, അയച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു NM ഉണ്ണികൃഷ്ണൻ്റെ നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നത്. പക്ഷേ ഇത്തരം ഈ തട്ടിപ്പ് വാർത്തകൾ കഴിഞ്ഞ ദിവസം പോലീസ് പെട്രോൾ പ്രോഗ്രാമിലടക്കം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് അത് തട്ടിപ്പാണെന്ന് മനസ്സിലായി. NM ഉണ്ണികൃഷ്ണൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്തു എന്ന് മനസ്സിലായി. പിന്നീടാണ് അറിഞ്ഞത് NM ഉണ്ണികൃഷ്ണൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള പലരുടെയും നമ്പറിലേക്ക് ഇതുപോലെ മെസ്സേജ് പോയി എന്ന്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പിനപ്പുറം കാര്യമായ തുടർ നടപടികളൊന്നും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുമില്ല. സുഹൃത്തുക്കളുടെ നമ്പറിൽ നിന്ന് 6 അക്ക OTP ആവശ്യപ്പെട്ട ശേഷം അക്കൗണ്ട് ഹാക്ക് ചെയ്യും, പണം ആവശ്യപ്പെടും, സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും കൈക്കലാക്കി ബ്ലാക്ക്മെയിൽ ചെയ്യും. ആയിരക്കണക്കിന് പേർ ഇതിനോടകം തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ഹാക്ക് ചെയ്യപ്പെട്ട പലർക്കും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അക്കൗണ്ടിൻ്റെ നിയന്ത്രണം തിരികെ ലഭിച്ചിട്ടുമില്ല. ഈ വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. TG സജിത്തും ഇതോടൊപ്പം NM ഉണ്ണികൃഷ്ണനും ചേരുന്നുണ്ട്. സജിത്ത്, കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഒരു റെസിഡന്റ് അസോസിയേഷൻ്റെ യോഗത്തിന് ശേഷം ഒരു യുവാവിൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്തിരുന്നു. പലർക്കും അയാളുടെ ഫോണിൽ നിന്നും മെസ്സേജുകൾ പോയിരുന്നു. അത് ഇപ്പോൾ പോലീസ്, സൈബർ പോലീസ് ഈ കേസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഹാക്ക് ചെയ്ത ആളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ വാട്സപ്പിൻ്റെ നിയന്ത്രണവും തിരികെ ലഭിച്ചിട്ടില്ല. ഇതിന് പിന്നാലെയാണ് NM ഉണ്ണികൃഷ്ണൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്ത വിവരവും പുറത്തു വരുന്നത്. ഉണ്ണികൃഷ്ണന് ആ വാട്സപ്പിൻ്റെ നിയന്ത്രണം തിരികെ ലഭിച്ചിട്ടുണ്ടോ? പോലീസിൽ പരാതിപ്പെട്ടിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? ടോം, അങ്ങേറ്റം ഗൗരവമുള്ള ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ സൈബർ തട്ടിപ്പുകൾ പല രീതിയിൽ കണ്ടിട്ടുണ്ട്, പല രൂപത്തിൽ കണ്ടിട്ടുണ്ട്. അതിൽ വ്യാപകമായി പണം നഷ്ടപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഈ സംഭവത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് എന്നതാണ്. കാരണം അതിൽ പണം നഷ്ടപ്പെടുന്നു എന്നതിനും അപ്പുറം ഒരു വ്യക്തിയുടെ എല്ലാവിധ സ്വകാര്യതയിലോട്ടുള്ള കടന്നുകയറ്റം കൂടിയായി ഈ ഹാക്കിംഗ് മാറുന്നു എന്നതാണ്. കാരണം വാട്സപ്പ് നമുക്കറിയാം, നമുക്ക് മലയാളികൾക്കൊക്കെ ഏറ്റവും പ്രത്യേകിച്ച് വാട്സപ്പ് എത്ര കണ്ട്
ഒഴിവാക്കാൻ കഴിയാത്ത നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ശൃംഖലയുടെ ഭാഗമായി നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിലൊക്കെ നമ്മുടെ എല്ലാവിധ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾക്കും വാട്സപ്പ് എന്ന സാധ്യതയാണ് നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളുടെ കൈമാറ്റം, രേഖകളുടെ കൈമാറ്റം, അതിൽ സ്വകാര്യതയുടെ കൈമാറ്റം, അങ്ങനെ പല നിരവധി കാര്യങ്ങളുണ്ട്. അവിടേക്കാണ് ഒരു ഹാക്കർ കടന്നു കയറുന്നത്. ഹാക്കർ കടന്നു കയറി പൂർണ്ണമായും ആ നമ്പർ, ആ വാട്സപ്പ് അക്കൗണ്ടിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തുകയാണ്. സ്വാഭാവികമായും സംഭവിക്കുന്നത് മറ്റൊരു വശത്ത് നിന്ന് നിൽക്കുന്നയാൾക്ക് ഈ നമ്പറിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ ചെല്ലുമ്പോൾ ഇത് ആ വ്യക്തി തന്നെ എന്ന തോന്നലിലാണ് പിന്നീട് നടക്കുന്ന തുടർ നീക്കങ്ങൾ. എന്തായാലും പോലീസിൻ്റെ ജാഗ്രതയ്ക്ക് ശേഷം, ജാഗ്രതാ നിർദ്ദേശത്തിന് ശേഷം ജനങ്ങൾ ജാഗരൂകമാണ്, ജാഗ്രത പാലിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ തട്ടിപ്പ് ആവർത്തിക്കുന്നു എന്നതാണ് സംഭവം. അവിടെയാണ് ടോം സൂചിപ്പിച്ച ആ ഞെട്ടിക്കുന്ന സാഹചര്യം. ഇന്നലെ ഈ NM ഉണ്ണികൃഷ്ണന് അദ്ദേഹത്തിന് സംഭവിച്ച അനുഭവം അതാണ്. കാരണം നമ്മുടെയൊക്കെ ഓഫീസുകളിൽ നമ്മളറിയാം, നമ്മൾ സ്വാഭാവികമായും ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് ഏറ്റവും അധികം ജാഗരൂകമാവുകയും അത് ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ. അത്തരം ചർച്ചകൾ നമ്മൾ നടത്തി വരികയാണ്. അത്തരമൊരു സമയത്തിനിടയിലാണ് NM ഉണ്ണികൃഷ്ണന് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ വളരെ ജാഗരൂകമായിരിക്കുമ്പോഴും ഈ 6 ഡിജിറ്റ് കോഡ് ചോദിച്ചുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ജാഗരൂകമായിരുന്നെങ്കിലും എങ്ങനെ അത് സംഭവിച്ചു എന്നതാണ് ഈ വിഷയത്തിൽ കൂടുതൽ നമുക്ക് ശ്രദ്ധ വേണം, നമുക്ക് ജാഗ്രത വേണം എന്ന ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവുന്നതിൻ്റെ കാരണം. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് NM ഉണ്ണികൃഷ്ണനോട് തന്നെ ചോദിക്കാം. ഈ വിഷയത്തിൽ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യം, കാരണം നമ്മൾ നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. കാരണം പ്രേക്ഷകർക്കും പത്രമാധ്യമങ്ങൾ വഴി ഇതെന്താണ് സംഭവിക്കുന്നതെന്നുള്ള അറിയിപ്പുകൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പോലീസിൻ്റെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ 6 ഡിജിറ്റ് നമ്പർ ആവശ്യപ്പെടുകയും നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് നമ്മൾ ഈ ഹാക്കിങ്ങിന് വിധേയപ്പെടുകയും ചെയ്തത്? NM ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് ഇത്തരത്തിലൊരു മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് വരുന്നത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വരുന്നത്. അബദ്ധവശാൽ ഞാനൊരു 6 ഡിജിറ്റ് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട്, അതെനിക്ക് തിരിച്ചയച്ചു തരുമോ എന്ന് വെച്ച്. സ്വാഭാവികമായിട്ടും ഹാക്കിംഗ് ആണെന്ന സംശയം എനിക്കുണ്ടാവുകയും ഞാൻ ഈ മെസ്സേജ് ഒരു പോപ്പപ്പ് ആയിട്ട് വന്ന മെസ്സേജ് ഞാൻ ഡിസപ്പയർ ചെയ്യാൻ നോക്കുകയും ചെയ്തപ്പോൾ ഇതിൽ ഓട്ടോ ഫില്ലായിട്ട് ഈ 6 അക്ക നമ്പർ ഈ സുഹൃത്തിൻ്റെ ചാറ്റ് ബോക്സിലേക്ക് പോവുകയും സെൻഡ് ആവുകയും ചെയ്തു. ഇതിനുശേഷം സ്വാഭാവികമായിട്ടും അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് എൻ്റെ സുഹൃത്ത്, മുൻ സഹപ്രവർത്തകൻ കൂടിയായ ഒരാൾ എന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പണം ചോദിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് വരുന്നു എന്ന് പറഞ്ഞു. അത് നോക്കി പോയപ്പോഴാണ് എൻ്റെ അക്കൗണ്ട് ഹാക്കായിരിക്കുന്നത്, എൻ്റെ ഫോണിൽ വാട്സപ്പ് പ്രവർത്തനരഹിതമാണ് എന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ തന്നെ എല്ലാ സുഹൃത്തുക്കളെ അറിയിക്കുകയും ഇത് നമ്മുടെ ഓഫീസ് ഗ്രൂപ്പുകളിൽ അറിയിക്കുകയും ഹാക്കിങ്ങിന് വിധേയമായി മനസ്സിലാവുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് നമുക്ക് മുമ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചറുകളിലൊക്കെ ഇത്തരത്തിൽ മെസ്സേജ് വരാറുണ്ടായിരുന്നു. അത് വളരെ പതിവായപ്പോൾ നമുക്ക് മനസ്സിലായി ഹാക്കിംഗ് ആണ്. വാട്സപ്പിൽ എനിക്കൊന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ്, ഇതിനു മുമ്പ് ഇങ്ങനെ മെസ്സേജ് വന്നാൽ ആരും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഓഫീസിൽ തന്നെ ചന്ദ്രകാന്തിൻ്റെ സുഹൃത്തിന് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുകയുണ്ടായി. ഇതിൽ പുതിയ രീതിയിൽ തട്ടിപ്പായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് തിരിച്ചറിയാനാകാതെ പോയെന്ന് തോന്നുന്നു. എനിക്ക് സംശയം, ഇതിൽ നമ്മളിപ്പോൾ ഈ 6 ഡിജിറ്റ് അത് കൈമാറപ്പെടാതിരിക്കാൻ നമ്മളൊരു ജാഗ്രത പാലിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഒരു അബദ്ധം കൊണ്ട് കൈമാറപ്പെട്ടതാണോ, അതല്ല നമ്മൾ ആ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്താൽ തന്നെ ഇതിൻ്റെ അപകടം നമ്മളെ കാത്തിരിപ്പുണ്ടോ? ഇതിന് പർപ്പസ്ഫുള്ളി കൈമാറിയതല്ല. ഇത് ഈ മെസ്സേജ് വന്നപ്പോൾ ഈ പോപ്പപ്പിൽ ടച്ച് ചെയ്തു. ഇത് എന്താന്ന് നോക്കി ടച്ച് ചെയ്തിട്ട് ഇത് ആപ്പിളിൻ്റെ ഫോണായതുകൊണ്ട് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് ഇത് കളയാൻ നോക്കിയതാണ്. പക്ഷേ അപ്പോൾ ഇതിലെ ഈ നമ്പർ ഓട്ടോ ഫില്ലായിട്ട് വാട്സപ്പിലെ നമ്മൾ മെസ്സേജ് എൻ്റർ ചെയ്യുന്ന പോർഷനിലേക്ക് പോവുകയുണ്ടായത്. ഇപ്പോൾ നേരത്തോട് നേരമാവുന്നു, അതായത് 24 മണിക്കൂർ പിന്നിടാൻ പോവുകയാണ് ഈ ഹാക്കിംഗ് നടന്നിട്ട്. ഇതുവരെയും ആ നമ്പർ തിരിച്ചു വന്നില്ല. ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ എന്താണ്? ഇന്നലെ ഇത് സംഭവിച്ച ശേഷം ഞാൻ ഈ നമ്പർ റിട്ടേൺ ചെയ്യാൻ നോക്കിയപ്പോൾ സംഭവിച്ചത് വാട്സപ്പിൽ നിന്ന് കിട്ടിയ മെസ്സേജ് പ്രകാരം 24 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് നമ്പർ തിരിച്ചു കിട്ടുമെന്നായിരുന്നു. അതിന് കാരണമായി കാണിച്ചത് എനിക്ക് വീണ്ടും വാട്സപ്പ് തിരിച്ചെടുക്കാൻ വേണ്ട 6 അക്ക പിൻ നമ്പർ അത് മറ്റൊരു ഫോണിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അത് നിരവധി തവണ അങ്ങനെ ഒരു ശ്രമം ഉണ്ടായതിനാൽ തൽക്കാലത്തേക്ക് എനിക്ക് ഇത്തരത്തിൽ പിൻ നമ്പറുകൾ ജനറേറ്റ് ചെയ്യുന്നില്ല. 24 മണിക്കൂർ കഴിയുമ്പോൾ ഈ പിൻ നമ്പർ ജനറേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. 24 മണിക്കൂർ ഏകദേശം ആകാറാകുന്നു. ഈ സമയം വീണ്ടും ഒന്നുകൂടി നോക്കാം. ഈ തുടക്ക സമയത്ത്
ഞാൻ ഉപയോഗിക്കുന്ന ആപ്പിൾ ഫോണാണ്. ഒരു ഇൻഫിനിക്സ് ഫോണിലേക്കാണ് എൻ്റെ ഡിജിറ്റ് പൊക്കുന്നത്. അത് മറ്റൊരാൾ ഈ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 8:30 വരെയും എൻ്റെ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സപ്പ് ഓൺലൈൻ സ്റ്റാറ്റസ് കാണിച്ചിരുന്നു. അതിനർത്ഥം ഈ ഫോൺ മറ്റൊരാൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ബോട്ടായോ എന്തോ ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ മെസ്സേജിൽ നിന്നാണ് ഉപയോഗിക്കുന്ന ഫോണിൽ നിന്നാണ് എൻ്റെ സുഹൃത്തുക്കൾക്ക്, എൻ്റെ കോൺടാക്ട്സിലുണ്ടായവർക്ക് പണം ചോദിച്ചുകൊണ്ടും ഇത്തരത്തിൽ OTP മെസ്സേജ് പോയത്. ഈ ഹാക്കർ ഉണ്ണികൃഷ്ണനെ ബന്ധപ്പെടുകയല്ലോ ഉണ്ടായിട്ടോ? അങ്ങനെ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. എൻ്റെ പല സുഹൃത്തുക്കളും അവർക്കിടെ മെസ്സേജ് മറുപടി കൊടുത്തപ്പോൾ അതിന് കൃത്യമായി മറുപടി കിട്ടുന്നുണ്ടായിരുന്നു. പണം ചോദിച്ചപ്പോൾ പണം അയക്കാൻ പല പേടിഎമ്മുകൾ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് ഇത് സംബന്ധിച്ച് ഹാക്കറുമായൊരു ഇടപാടില്ല. ഇപ്പോൾ കറണ്ട് ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കൊരു ഇതുണ്ടോ? കാരണം ഹാക്ക് ചെയ്യപ്പെട്ട ആദ്യ മണിക്കൂറുകൾ ഒത്തിരി പേർക്ക് പണം ആവശ്യപ്പെട്ട് സന്ദേശം പോയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴും ഇത് ആവർത്തിക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ വരെ പലർക്കും മെസ്സേജ് പോയിട്ടുണ്ട്. രാവിലേക്ക് ശേഷം ആരും പറഞ്ഞിട്ടില്ല. രാവിലെ 7 മണിക്ക് എന്നെ ഒരാൾ വിളിച്ച് എനിക്ക് മെസ്സേജ് കിട്ടിയെന്ന് പറഞ്ഞു രാവിലെ. അതിനുശേഷം അങ്ങനെ മെസ്സേജ് പോയതായിട്ട് കാണുന്നില്ല. ഇപ്പം പരാതിയുടെ സ്റ്റാറ്റസ് എവിടെയാണ്? നമുക്ക് പരാതി നൽകാനുള്ള സംവിധാനം, കാരണം ഇത് നേരിട്ട് ബോധ്യപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് സംവിധാനം? സ്വാഭാവികമായിട്ടും സൈബർ ക്രൈംസ് റിപ്പോർട്ടിന് 1039 എന്ന നമ്പർ നമുക്കുണ്ട്. ആ നമ്പറിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ നമ്പർ എനിക്ക് സൈബർ പോലീസിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. സൈബർ പോലീസിന് ഞാൻ വിളിച്ചു. സൈബർ പോലീസ് പറഞ്ഞത് പ്രകാരം എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക സാധ്യത ഇത് പോലീസിന് കണ്ടുപിടിക്കുന്നപ്പം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, നമ്മുടെ അക്കൗണ്ട് റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ അക്കൗണ്ട് റീറ്റെയിൻ ചെയ്യണമെങ്കിൽ വാട്സപ്പിലേക്ക് നമുക്ക് വാട്സാപ്പിൻ്റെ ഹെൽപ്പ് ലൈനിലേക്ക് മെസ്സേജ് അയക്കാം. നമുക്ക് എന്താണ് സംഭവിച്ചത്, മെയിൽ നമുക്ക് തിരിച്ച് കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് അയക്കാം. പക്ഷേ അതിൽ ദിവസങ്ങളെടുക്കുന്ന ഒരു പ്രോസസ്സാണത്. അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടോ തിരിച്ച് കിട്ടില്ല. അപ്പോൾ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് സൈബർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സൈബർ പോലീസ് വഴി ഒരു പരാതി മൂവ് ചെയ്യാം. ഇത് മാത്രമാണ് നിലവിലെ സാധ്യതയാണ് സൈബർ പോലീസിൽ നിന്ന് പറയുന്നത്. ഈ ഹാക്കിംഗ് നടന്നതിന് ശേഷം നമ്മുടെ വാട്സപ്പ് ഉപയോഗത്തിന് മാത്രമേ തടസ്സം വരുന്നുള്ളൂ, അല്ലെങ്കിൽ അതുമായി ലിങ്ക് ചെയ്ത മറ്റ് അക്കൗണ്ടുകളിലേക്കോ ഗൂഗിൾ അക്കൗണ്ടുകളിലേക്കോ അത്തരം പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. വാട്സപ്പ് ഫോണിൽ നിന്ന് അപ്രത്യക്ഷമായി, ആ അക്കൗണ്ട് അപ്രത്യക്ഷമായി മറ്റൊരു നമ്പറിലേക്ക് വാട്സപ്പ് ലിങ്ക് ചെയ്യേണ്ടി വന്നു. വാട്സപ്പ് ഉപയോഗം ആ അക്കൗണ്ടിൽ എൻ്റെ ഹാക്ക് ചെയ്യപ്പെട്ട നമ്പറിൽ നിന്നുള്ള വാട്സപ്പ് ഉപയോഗം സാധിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്. മറ്റ് ആപ്പുകളെയൊന്നും ബാധിച്ചതായോ മറ്റ് ആപ്പുകളിലേക്ക് ഹാക്കിംഗ് ഉണ്ടായതായോ ഫിഷിംഗ് ഉണ്ടായതോ നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. ബാങ്ക് അക്കൗണ്ടെല്ലാം നോക്കി, ബാങ്ക് അക്കൗണ്ടെല്ലാം സേഫാണ് നിലവിൽ. ഞാൻ സംശയം ചോദിച്ചാൽ ഈ വാട്സപ്പിന് ഒരു പേയ്മെൻറ്റ് സംവിധാനമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത്തരം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എൻ്റെ ലിങ്ക് പോകുക, അങ്ങനത്തെ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ നിലവിൽ? അത് വാട്സപ്പ് പേയ്മെൻറ്റിലേക്ക് ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടുകളൊന്നും ലിങ്ക് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കറിയില്ല. ഒരുപക്ഷെ അങ്ങനെ ലിങ്ക് ചെയ്തവർ ഹാക്ക് ചെയ്യപ്പെട്ടാൽ കൂടുതൽ അപകടം ഒരുപക്ഷെ സാധ്യതയുണ്ട്. ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രസ്പാസ് ചെയ്യാനുള്ള വഴി ഒരുപക്ഷെ ഇങ്ങനെ ഒരുക്കപ്പെടാം, ഇങ്ങനെ സാധിക്കാം. അങ്ങനെ പക്ഷേ അക്കൗണ്ടിൽ നിന്നും പണം പോകാം. കാരണം ഈ ഒരു UPI ID വഴിയാണ് ഇത് സംഭവിക്കുന്നത്. തീർച്ചയായും. വളരെ നന്ദി ടോം. ഇതാണ് സാഹചര്യം. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നുള്ള നേരിട്ടുള്ള ബോധ്യമാണ് നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചത്. കാരണം അങ്ങേയറ്റം ജാഗ്രത പുലർത്തണം. കാരണം നമുക്കൊന്നും ഇതൊരു കേട്ടറിവാണ്, നമ്മളിലേക്കൊന്നും ഈ തട്ടിപ്പ് വരില്ല എന്ന് എല്ലാവരും കരുതുന്നുണ്ട്. പക്ഷേ എത്ര സുരക്ഷിതമായാലും, അതായത് കൃത്യമായി പറഞ്ഞ ഒരു ഐഫോണാണ് അദ്ദേഹം ഈ വാട്സപ്പ് അക്കൗണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പൊതുവിൽ സുരക്ഷിതമെന്ന് കരുതുന്ന ഒരു മൊബൈൽ ഫോൺ സംവിധാനമായിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്നതാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രത പുലർത്തണം. സജിത്ത്, നമ്മൾ പൊതുവെ കരുതാറുള്ളത് ഐഫോണുകൾ ഏറ്റവും സുരക്ഷിതമെന്നാണ്, അവിടെ ഹാക്കിംഗ് നടക്കില്ല എന്നാണ് കരുതിയിരുന്നത്. മാത്രമല്ല വാട്സപ്പ് അതീവ സുരക്ഷിതമെന്ന് പൊതുവെ കരുതാറുണ്ട്. വാട്സപ്പ് കോളുകൾ ഹാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് പോലീസിന് പോലും അത്, കാരണം ഈ ക്രിമിനൽ സംഘങ്ങൾ അതല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരൊക്കെ വാട്സപ്പിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. സാധാരണ ഫോൺ ഉടനടി തന്നെ കണ്ടെത്താൻ, ഫോൺ കോൾ ലിസ്റ്റുകളൊക്കെ കണ്ടെത്താൻ എളുപ്പമാണ്. വാട്സപ്പിൽ അങ്ങനെ ബുദ്ധിമുട്ടാണെന്നാണ് പൊതുവെ സൈബർ വിദഗ്ധരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് പോലും നമ്മൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്നല്ലേ ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്? തീർച്ചയായും ഒരു സംശയമില്ല കാര്യത്തിൽ. നമ്മൾ ഏറെ ജാഗ്രത പാലിക്കണം, ഏറെ സൂക്ഷിച്ചാണ്. നമ്മളാരും സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് കണ്ടെത്തൽ. എന്ന് മാത്രമല്ല ടോം, ഒരുപക്ഷെ ഈ ഹാക്കിങ്ങിനെ നമുക്ക് എങ്ങനെ ചെറുക്കാം, അല്ലെ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ തിരികെ വരാം എന്ന കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന കാര്യമാണ് ഒന്നുകൂടി ഞെട്ടിക്കുന്നത്. കാരണം തൽക്കാലം നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്കൊന്നും മെറ്റയ്ക്ക് പരാതി നൽകുന്നതല്ലാതെ, വാട്സപ്പിന് പരാതി നൽകുന്നതല്ലാതെ മറ്റൊരു സാധ്യതയുമില്ല എന്നതാണ്. കാരണം ഒരുപക്ഷെ നമുക്ക് നേരിട്ട് മെറ്റയ്ക്ക് പരാതി ഇമെയിൽ വഴി നൽകാം. ഇനി അതിന് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പോലീസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവർ പരാതി നൽകും. ഇതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ നിലവിൽ സംവിധാനങ്ങളില്ല എന്നൊരു പ്രതിസന്ധി കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ എത്ര വ്യാപകമായ തട്ടിപ്പ് എന്നതാണ്. ഈ രാവിലെ സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്ന ഒരു കാര്യം, തട്ടിപ്പ് ഇത് വ്യാപകമാണ്, എല്ലാ ഇടങ്ങളിലുമുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ഇവരെ ഈ തട്ടിപ്പുകാരെ ട്രാക്ക് ചെയ്യാം. അതായത് സൈബർ ഇടങ്ങളിൽ പൊതുവിൽ സാമ്പത്തിക പണ ഇടപാട് തട്ടിപ്പുകൾക്ക് ഇറങ്ങുന്ന സംഘം തന്നെയാണ് ഈ വാട്സപ്പിന് തട്ടിപ്പിന് പിന്നിൽ, തർക്കമൊന്നുമില്ല. പക്ഷേ ഇവരെ ട്രാക്ക് ചെയ്യുമ്പോൾ ഇവർ അയൽ സംസ്ഥാനങ്ങളാവാം, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലാവാം.
കേരളത്തിലാവാം, കേരളത്തിലുള്ളവരല്ല അവരെ ട്രാക്ക് ചെയ്ത് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ പലപ്പോഴും അത്ര ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അവരെവിടെയെന്ന് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ വാട്സപ്പിനാണ്, മെറ്റയ്ക്കാണ്. പക്ഷേ അവരിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടുന്നത് പലപ്പോഴും വൈകിപ്പോകുന്നു എന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വൈകിയ അറിയിപ്പ് കിട്ടി നമ്മൾ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും അവർ സുരക്ഷിതരായി രക്ഷപ്പെട്ട് കഴിഞ്ഞിരിക്കും എന്നതാണ് സാഹചര്യം. 24 മണിക്കൂർ പിന്നിട്ട ശേഷമുള്ള ഒരു മാധ്യമപ്രവർത്തകന്റെ അനുഭവമാണ് അദ്ദേഹം അല്പസമയം മുമ്പ് പങ്കുവച്ചത്. എത്രയധികം വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് നമുക്ക് മുന്നിലുള്ളതെന്നാണ് ഈ സാഹചര്യം. വ്യക്തമാണ്. TG സജിത്തും NM ഉണ്ണികൃഷ്ണനുമാണ് വിവരങ്ങൾ നൽകിയത്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതുവരെ ആ വാട്സപ്പിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. ഇതുപോലുള്ള മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ അതിനോട് പ്രതികരിക്കാതിരിക്കുക. പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ സാമ്പത്തിക തട്ടിപ്പിന് ഇരയാകാം, നമ്മുടെ വാട്സപ്പ് പോലും ഹാക്ക് ചെയ്യപ്പെടാം എന്നാണ് ഈ വാർത്ത ഓർമ്മിപ്പിക്കുന്നത്. തൃശ്ശൂർ നാട്ടികയിൽ നിന്നുള്ള ഏറെ ദാരുണമായ ഒരു വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. നാട്ടികയിൽ റോഡിൽ കിടന്നുറങ്ങിയ നാടോടി സംഘത്തിന് മേൽ ലോറി പാഞ്ഞു കയറി വൻ ദുരന്തം. 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 5 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ലോറി ജീവനക്കാർ മദ്യപിച്ചിരുന്നതായും ക്ലീനറാണ് വാഹനം ഓടിച്ചതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇതിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു, ഡ്രൈവറോടൊപ്പം ക്ലീനർ ഉണ്ടായിരുന്നു. 2 പേരും കസ്റ്റഡിയിലുണ്ട്. 2 പേരും മെഡിക്കൽ പരിശോധന വിധേയമാക്കിയിട്ടുണ്ട്. മദ്യപിച്ചിട്ടുണ്ട് എന്ന് മെഡിക്കൽ പരിശോധന നമുക്ക് ഇവർ ലഭിച്ചിട്ടുണ്ട്. വണ്ടി ഓടിച്ചത് ക്ലീനറാണോ എന്നൊരു സംശയം നമുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലൈസൻസ് ഇല്ല എന്നാണ് നമ്മൾ ഇവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഇപ്പോഴും ഒരു മദ്യലഹരിയിലുള്ളത് കൊണ്ട് കുറച്ചും കൂടി വിശദമായി ചോദിക്കേണ്ടിയുണ്ട്. ഈ സംഭവത്തിന് ശേഷം വണ്ടി ഒരു 1 കിലോമീറ്റർ മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ ഇവരെ കണ്ട ഡിസ്ട്രക്ഷനിൽ കുറച്ചും കൂടി കാണേണ്ടിയുണ്ട്. സയൻറ്റിഫിക് ആയിട്ടുള്ള പരിശോധനകൾ ഇനിയും കൂടി ചെയ്യേണ്ടിയുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിയുണ്ട്. നോൺ ബെയിലബിൾ ഒഫൻസാണ്. 10 വർഷം ശിക്ഷ കിട്ടുന്ന ഒഫൻസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപകടത്തിൽ 7 പേർക്ക് സാരമായി പരിക്കേറ്റു. അപകടശേഷം വാഹനം വീണ്ടും മുന്നോട്ട് പോയി. ഇത് നാട്ടുകാർ തടയുകയായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്നവരെ ഒരു നിമിഷം കൊണ്ട് മരണം കവർന്നതിന്റെ ആഘാതത്തിലാണ് ബന്ധുക്കളും. നാട്ടിക അപകടത്തിലെ സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ഗതാഗത കമ്മീഷണർക്ക് മന്ത്രി KB ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. ലോറിയുടെ രജിസ്ട്രേഷനും ഡ്രൈവറുടെ ലൈസൻസും റദ്ദാക്കും. നഷ്ടപരിഹാരം നൽകുന്ന രാത്രികാല പരിശോധന കർശനമാക്കുമെന്നും മരിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. VV വിനോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ഏറെ നടുക്കമുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു രാവിലെ തൃശ്ശൂരിൽ നിന്ന് വന്നത്. ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രി ഇടപെട്ടിട്ടുണ്ട്. സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവർക്ക്, ഈ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? ടോം, ഗതാഗത കമ്മീഷണറുടെ പ്രാഥമിക റിപ്പോർട്ട് ഇതിനകം തന്നെ മന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്നുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഗതാഗത വകുപ്പ് ഇപ്പോൾ തന്നെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദാക്കുന്നതും ഈ വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നതും അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുമെന്നാണ് രാവിലെ റവന്യൂ മന്ത്രിയും പിന്നീട് ഗതാഗത മന്ത്രിയും വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് തീരുമാനമുണ്ടാക്കും. മൃതദേഹങ്ങൾ അവരുടെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം അത് സർക്കാർ ചെയ്തു നൽകുമെന്നും പറഞ്ഞു. മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പാലക്കാട് തൃശൂർ ഈ ദേശീയപാതയും അല്ലെങ്കിൽ ആ തരത്തിൽ ഉള്ള പ്രധാന വഴികളിലുമൊക്കെ രാത്രികാല സഞ്ചാര സമയത്ത് അപകടങ്ങൾ പതിവാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശോധന കർശനമാക്കുക എന്നത്, അത് മോട്ടോർ വാഹന വകുപ്പിന്റെ അടക്കം പോലീസിന്റെ പരിശോധന അടക്കം വേണ്ടതുണ്ട്. ഒരു സമഗ്രമായ നടപടികളിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത്. പക്ഷേ അവിടെ ഈ വകുപ്പുകൾ തമ്മിലുള്ള ചില തർക്കം കൂടി ഇന്ന് ഗതാഗത മന്ത്രി പറയുമ്പോൾ അത് പുറത്തു വന്നിരുന്നു. പ്രധാനമായും ഗതാഗത വകുപ്പും ധനവകുപ്പും തമ്മിലുള്ള തർക്കമാണ്. വാഹനങ്ങൾ പരിശോധനയ്ക്ക് വാഹനങ്ങൾ നിർബന്ധമായും വേണം എന്ന നിലപാടിലാണ് ഇപ്പോൾ ഈ ഗതാഗത വകുപ്പുള്ളത്. മോട്ടോർ വാഹന വിഭാഗവുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തുന്നതിനാവശ്യമായ വാഹനങ്ങൾ വേണം എന്ന ശക്തമായ നിലപാടിൽ ഗതാഗത വകുപ്പ് നിൽക്കുന്നുണ്ട്. പക്ഷേ
അവിടെയാണ് ധനവകുപ്പിന്റെ ഒരു ഇടങ്കോലിടൽ. എന്തിനാണ് വണ്ടി എന്ന് ധനവകുപ്പ് ചോദിക്കുന്നു എന്നാണ് ഗണേഷ് കുമാർ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. അതായത് മോട്ടോർ വാഹന വകുപ്പും ധനവകുപ്പും തമ്മിലുള്ള തർക്കം ഈ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പരിശോധനകൾ കാര്യക്ഷമമാകാതെ പോകുന്നത് ധനവകുപ്പിന്റെ നിസ്സഹകരണം മൂലമാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് മന്ത്രി. ഇക്കാര്യത്തിൽ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വേണ്ടതാണ്. കാരണം ഒരു വകുപ്പിന്റെ പരിശോധനകൾ പോലും മുടങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വാഹനങ്ങളില്ല എന്ന് ഒരു മന്ത്രി പറയുന്നു. അത് ധനവകുപ്പിന്റെ തടസ്സം മൂലമാണെന്നും അദ്ദേഹം പറയുമ്പോൾ അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. ഏതായിരുന്നാലും ദാരുണമായ സംഭവമാണ് തൃശ്ശൂരിൽ ഉണ്ടായത്. വളരെ പെട്ടെന്നുള്ള നടപടികൾ എടുക്കാൻ കഴിയുന്ന നടപടികൾ അത് വളരെ വേഗത്തിൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് പറയാം. ടോം. വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ നാട്ടികയിലാണ് ഏറെ ദാരുണമായ സംഭവമുണ്ടായത്. നിയന്ത്രണം വിട്ട ലോറി പാഞ്ഞു കയറി 2 പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 5 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ വൻ കവർച്ച നടന്ന സംഭവത്തിൽ പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. ACP രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള 19 അംഗ പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. വീട്ടിലെ തൊഴിലാളികളുടെയും ബന്ധുക്കളുടെയും മൊഴിയെടുത്തു. മോഷ്ടാക്കൾ കേരളം വിട്ടിരിക്കാമെന്നാണ് പോലീസ് നിഗമനം. അഷ്റഫിന്റെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ വ്യക്തമല്ലാത്തത് പ്രതിസന്ധിയെന്ന് പോലീസ് പറയുന്നു. KV ബൈജു ചേരുന്നു വിശദാംശങ്ങളുമായി. ബൈജു, ഈ കവർച്ച നടന്ന് ദിവസങ്ങൾ പിന്നിടുന്നു. പ്രതികൾ ഇവിടെ നിന്നും ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടു എന്നാണ് പോലീസിന്റെ അനുമാനം. എന്തെങ്കിലും സൂചനയുണ്ടോ? ഇതര സംസ്ഥാനക്കാരെ കേന്ദ്രീകരിച്ചാണോ അന്വേഷണം? ടോമെ, ഈ കേസിൽ പോലീസിന് വലിയ തോതിലുള്ള സൂചനകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനം CCTV ദൃശ്യങ്ങളായിരുന്നു. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ ഇവരുടെ മുഖം വ്യക്തമല്ല. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. മാത്രമല്ല, ഈ പ്രദേശത്തെ നിരവധി CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ കവർച്ചക്ക് എത്തിയ സംഘം എന്ന രീതിയിൽ ആരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വളരെ ആസൂത്രിതമായാണ് ഈ കവർച്ച നടത്തുന്നതെന്ന് വേണം അതിൽ നിന്നും മനസ്സിലാക്കാൻ. എന്തായാലും ഇതര സംസ്ഥാനത്തിൽ നിന്നുള്ളവരെയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലേക്കും ഒപ്പം കർണാടകയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ACP രത്നകുമാറിന്റെ നേതൃത്വത്തിൽ 20ഓളം അംഗ ഒരു സംഘത്തെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ഓരോ സംഘങ്ങൾ, അതായത് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും ഒപ്പം കർണാടകയിലും ഓരോരോ സംഘങ്ങൾ വീതം അന്വേഷണം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ പോലീസിന് വലിയ തോതിലുള്ള സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പ്രധാനമായും CCTV ദൃശ്യങ്ങളായിരുന്നു പോലീസ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് മുതൽ ഈ വീടിന് പരിസരത്തൊക്കെയുള്ള CCTV പരിശോധിച്ചതിൽ ഒന്നും തന്നെ അത്തരത്തിലൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ഈ വീടുമായി കൃത്യമായി പരിചയമുള്ള ആളാകാം ഈ കവർച്ച നടത്തിയെന്ന് പോലീസ് പറയുന്നുണ്ട്. കാരണം ഈ ലോക്കറിന്റെ താക്കോൽ ആ ലോക്കർ പൂട്ടി തൊട്ട് മറ്റൊരു മുറിയിലുണ്ടായിരുന്ന ഷെൽഫിലായിരുന്നു വെച്ചത്. ആ ഷെൽഫിൽ നിന്നും താക്കോൽ എടുത്താണ് ഈ ലോക്കറിൽ നിന്നുള്ള 300 പവനും അതുപോലെ തന്നെ 1 കോടി രൂപയും ഇത്തരത്തിൽ മോഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായി വീടുമായി അറിയുന്നവൾ അവരായിരിക്കാം ഈ കവർച്ച എടുത്തതെന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ വീട്ടുജോലിക്കുണ്ടായ ഇതര സംസ്ഥാന തൊഴിലാളി ഒപ്പം സമീപത്തായി ഉള്ള ഒരു ഗോഡൌൺ, അരി ഗോഡൌൺ ആണ് ഇവരുടെ സ്വന്തം ഗോഡൌൺ ആണ്. അവിടെ ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ മൊഴിയെടുത്തു. അതുകൂടാതെ ഈ പ്രദേശവാസികളുടെയൊക്കെ മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നിരവധി പേർ പോലീസ് നിരീക്ഷണത്തിലാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇപ്പോൾ പോലീസ് ഈ മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചും ഇതിൽ അന്വേഷണം വ്യാപകമായിട്ടുണ്ട്. ഏതായാലും വളരെ ആസൂത്രിതമായി നടന്ന ഒരു കവർച്ച എന്ന് പറയേണ്ടി വരും. കൃത്യമായി വീടുമായി അറിയുന്നവർ തന്നെ നടത്തിയ ഒരു കവർച്ചയാകാം എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പോലീസ് നായ ഇത്തരത്തിൽ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്കാണ് ഈ പോലീസ് നായ. CCTV ദൃശ്യങ്ങളിൽ പ്രതികളുടെ മുഖം വ്യക്തമല്ല. മാത്രമല്ല, ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം ഈ വീട്ടുകാർ തിരികെ എത്തിയ ശേഷമാണ് പുറത്തറിയുന്നത്. ഇതാണോ പോലീസിനെ സംബന്ധിച്ച് ഈ കേസിൽ അന്വേഷണത്തിൽ പ്രധാന വെല്ലുവിളി? തീർച്ചയായും ടോമെ, 19-ാം തീയതിയാണ് ഈ കുടുംബം ഇവിടെ നിന്നും പോകുന്നത്. 20-ാം തീയതി കവർച്ച നടന്നതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ 4-5 ദിവസം കൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കൃത്യമായ സമയം ലഭിച്ചു. അതോടൊപ്പം പോലീസിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് ഇവരുടെ ആസൂത്രിതമായ ഒരു കവർച്ച നടത്തി എന്നത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ CCTVകളിൽ ഒന്നും തന്നെ പെടാതെ ഈ കൃത്യമായി ഈ വീട്ടിലെത്തി കവർച്ച നടത്തി ഇവർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. അതായത് CCTV ക്യാമറകൾ ഏത് ഭാഗത്തുണ്ട് അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയവർ ഈ വീട്ടിലെ CCTV ക്യാമറയിലും അതുപോലെ തന്നെ ഇവരുടെ മുഖം വളരെ ചെറിയ
10 സെക്കൻഡ് മാത്രമുള്ള ഒരു ദൃശ്യമാണ് പതിഞ്ഞിട്ടുള്ളത്. അതിൽ മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ദൃശ്യം അത്ര വ്യക്തമല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഈ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സാധിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ള സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ദിവസം ഒരു 4-5 ദിവസം കഴിഞ്ഞാണ് ഇവർ വീട്ടിലെത്തിയതിനു ശേഷം ഈ കവർച്ച നടന്ന വിവരം തന്നെ അറിയുന്നത്. അതുകൊണ്ട് ഈ പ്രതികൾക്ക് രക്ഷപ്പെടാൻ സമയം ലഭിച്ചു. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം കർണാടകയിലേക്കും അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ഈ സംഘം ഇവിടെ നിന്നും ഇത്രയും വലിയ പണവും സ്വർണവും ഒക്കെ ഇവിടെ കേരളത്തിൽ തന്നെ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പോലീസ് കരുതുന്നത്. ആ പണവുമായി ഇവർ ഇവരുടെ സ്ഥലങ്ങളിലേക്ക് ഒരു പക്ഷേ തമിഴ്നാട്ടിലേക്കോ മറ്റോ കടന്നിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് നിഗമനം. ഏതായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പരമാവധി ശാസ്ത്രീയമായ തെളിവുകൾ പോലീസ് ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനും ശ്രമിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഇതുവരെയായും ഈ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ടോം, വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ വൻ കവർച്ച നടന്ന സംഭവത്തിൽ പ്രതികളെക്കുറിച്ച് പോലീസിന് യാതൊരു സൂചനയുമില്ല. പക്ഷേ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്ത കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. ഈ ആവശ്യം ഉന്നയിച്ച് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് ഹർജിയിൽ പറയുന്നു. MG രേണുക ചേരുന്നു വിശദാംശങ്ങളുമായി. രേണുക, ഈ കേസിലെ പ്രതിയായിട്ടുള്ള PP ദിവ്യയ്ക്ക് ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ അന്വേഷണത്തിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന ആരോപണം കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യം നേരത്തെ തന്നെ അവർ ഉന്നയിച്ചതാണ്. പക്ഷേ ഇത് CBI അന്വേഷണം ആവശ്യം ഉന്നയിക്കാനുള്ള കാരണം എന്താണ്? എന്തൊക്കെയാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്? ടോം, പ്രതീക്ഷിച്ചിരുന്നതാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ ഈ നീക്കം. അവർ കേരളത്തിന് പുറത്തുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണം ഈ ഘട്ടത്തിൽ ആ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെടുകയാണ്. നവീൻ ബാബുവിന് നീതി ലഭിക്കണമെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ഒരു ഏജൻസി അന്വേഷിക്കണം ഈ കേസ് എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ നടക്കുന്ന പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ അവർ അവിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമുക്കറിയാം, അവരുടേതൊരു CPM കുടുംബമാണ്. ഇതുവരെ സർക്കാരിനെതിരെ അവർ കടുത്ത ഭാഷയിൽ ഒരു നിലപാടുമെടുക്കുകയോ പുറത്ത് സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവർ ഈ അന്വേഷണത്തിന്റെ ഗതി എന്താണ് എന്നത് നോക്കിക്കാണുകയായിരുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അവർക്ക് അവിശ്വാസം ഉണ്ടായാൽ അത് അക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് തുറന്നു പറയുമെന്നത് അവർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതുമാണ്. ഈ ഘട്ടത്തിൽ തുറന്നു പറച്ചിലിനല്ല, മറിച്ച് നിയമപരമായ ഒരു നീക്കം തന്നെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഹൈക്കോടതിയിലാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കേരളത്തിന് പുറത്തുള്ള ഒരു ഏജൻസി ഇക്കാര്യം അന്വേഷിക്കണം എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി സർക്കാരിൽ സ്വാധീനമുള്ള ആളാണ്, രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടേക്കും എന്ന ഒരു സംശയം അവർ പങ്കുവെക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് കുടുംബം സംശയിക്കുന്നു. ഈ അന്വേഷണത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായി കുടുംബം പറയുന്നു. അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള ഒരു ഏജൻസി ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സമയത്ത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇതിന് എന്ത് സംഭവിച്ചു എന്നൊരു ആശങ്ക പൊതുസമൂഹം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോഴാണ് കുടുംബം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ കേസ് വന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് PP ദിവ്യയെ അറസ്റ്റ് ചെയ്യാതെ മറ്റു വഴിയിലായിരുന്നു. പാർട്ടിയെ സംബന്ധിച്ച് PP ദിവ്യയെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലും ഉണ്ടായി. അതുകൊണ്ടാണ് PP ദിവ്യക്കെതിരെ അത്തരത്തിലുള്ള നടപടികളൊക്കെ ഉണ്ടായത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ആ കേസ് എന്താകും എന്നത് പൊതുസമൂഹവും സ്വാഭാവികമായും ചിന്തിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. PP ദിവ്യയെ പോലെ കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട CPMന്റെ നേതാവിനെ സംരക്ഷിക്കാൻ ഈ കേസ് അട്ടിമറിക്കുന്നു എന്ന ആക്ഷേപമാണോ കുടുംബം ഉയർത്തുന്നത്? അവർക്ക് ആ രീതിയിലൊരു സംശയമുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവർക്ക് ഈ പ്രത്യേക അന്വേഷണത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയാൽ നവീൻ ബാബുവിന് നീതി ലഭിക്കില്ല എന്നവർ ആശങ്കപ്പെടുകയാണ്. നമുക്കറിയാം, ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു മാസത്തെ കാര്യങ്ങൾ എടുത്താൽ അതിന്റെ ഗതിവേഗം എത്രയെന്നുള്ളത് നമുക്ക് നോക്കിക്കാണാവുന്നതാണ്. പ്രശാന്തന്റേതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ മൊഴി പോലും രേഖപ്പെടുത്തിയോ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ എന്നതൊക്കെ സംശയമാണ്. എന്ത് നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ള കാര്യമൊക്കെ പൊതുസമൂഹം
സമൂഹത്തിൽ തന്നെയും ആശങ്കയോട് കാണുന്നു. അതിലും ആശങ്കയോട് കൂടി നവീൻ ബാബുവിന്റെ കുടുംബം കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത്. നേരത്തെ കണ്ണൂർ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ ഹർജി നൽകിയിരുന്നു. അത് ഇന്ന് പരിഗണിക്കുകയും അടുത്ത മാസം 3-ലേക്ക് വിധി പറയാനായി മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം മഞ്ജുഷയുടെ, നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷക മാധ്യമങ്ങളെ കാണുമ്പോൾ തന്നെ ഈ മറ്റൊരു അന്വേഷണം ആവശ്യപ്പെടുന്നതിന്റെ സൂചനകൾ നൽകിയിരുന്നു. ഇപ്പോൾ ആ പ്രതീക്ഷിക്കപ്പെട്ട നീക്കമാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്വാധീനങ്ങളിൽ പെടാത്ത ഒരു അന്വേഷണ ഏജൻസി, കേരളത്തിന് പുറത്തുള്ള ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ തന്നെ, ഇവിടുത്തെ അന്വേഷണത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അവർ പ്രതീക്ഷിച്ച രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. അവർക്ക് ഈ അന്വേഷണം കൊണ്ട് നീതി ലഭിക്കുമെന്ന ഒരു വിശ്വാസം ഈ ഘട്ടത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ സ്വാധീനിക്കപ്പെടാത്ത ഒരു ഏജൻസി ഈ കേസിന്റെ അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. വ്യക്തമാണ്. MG രേണുകയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ CBI അന്വേഷണം വേണമെന്നാണ് കുടുംബം ഹൈക്കോടതിയിൽ ഉന്നയിക്കുന്നത്, ഹർജിയിൽ ഉന്നയിക്കുന്ന കാര്യം. അതായത് പോലീസ് അന്വേഷിച്ചാൽ ഈ കേസിൽ നീതി ലഭിക്കില്ല എന്നാണ് അവരുടെ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.